സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കുസാറ്റിൻ്റെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. ഇന്ന് മെയ് 10th ആണ്. അപ്പം എൻ്റെ കുസാറ്റിൻ്റെ എക്സാം ഇന്ന് രാവിലെ 9:30 to 12:30 വരെയുള്ള ഷിഫ്റ്റ് ആയിരുന്നു. സോ അന്നത്തെ എക്സാമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കീമിനെക്കാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ കീമിൻ്റെ ഞാൻ അത്ര സീരിയസ് ആയിട്ടില്ല ആക്ച്വലി കുസാറ്റ് പോയി എഴുതിയത്. കീം സീരിയസ് ആയിട്ട് പോയി എഴുതിയാണ്, പക്ഷെ എനിക്ക് കുറച്ച് ടഫായിരുന്നു. കീം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ടഫായിരുന്നു. പിന്നെ കുസാറ്റിൻ്റെ കേസ് എനിക്ക് കിട്ടിയ എക്സാം സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയുള്ള ഒരു സെൻറ്റർ ആയിരുന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര കളർകോട് വരുന്ന അവിടെ ഒരു സ്ഥലത്ത് കുറച്ചുള്ളിലോട്ടുള്ള ഒരു കോളേജായിരുന്നു. എന്നിട്ട് കോളേജ് സംഭവം എല്ലാം നല്ലതായിരുന്നു. നല്ല ഹോളാണ്, ടോട്ടലി എല്ലാം നല്ലതാണ്. പിന്നെ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ PYQs ഉണ്ടായിരുന്നു, സിമിലർ പാറ്റേൺസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മള് +2 എക്സാം ഒക്കെ ഇല്ലേ, അതിലൊക്കെ നോർമലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പം ഈ 7+7+7+7+7 അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് കീമിനൊന്നും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ റാങ്ക് ഒരു മെട്രിക്സിന്റെ റാങ്ക് ഇങ്ങനെ ആഡ് ചെയ്ത് അതൊരു സീക്വൻസ് പോലെ ആക്കിയിട്ട് അതിന്റെ GPO അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഹയസ്റ്റ് ആർക്കാണ്, അതുപോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓർഗാനിക്കും ഉണ്ടായിരുന്നു ആവശ്യത്തിന്. എല്ലാം കൂടെ ഒരു കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിട്ടാണ് തോന്നിയത്. പിന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്തില്ല. 225 എക്സാം ആണ് ഉള്ളത് ടോട്ടൽ. 225 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉള്ളത്. 150 മിനിറ്റ് ആണുള്ളത്. കഴിഞ്ഞ വട്ടമൊക്കെ എനിക്ക് തോന്നുന്നു സീനിയേഴ്സ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇത്ര ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു, ഇത്ര കഴിയുമ്പോൾ കറക്റ്റ് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷെ ഇതിപ്പം നോർമൽ ഒരു കീം പോലത്തെ ഒരു എക്സാം ആയിരുന്നു. നമ്മളിപ്പോൾ ഫിസിക്സ് പകുതി വരെ എഴുതിയിട്ട് നമുക്ക് വേണ്ട മാത്സിലേക്ക് പോകാം, കെമിസ്ട്രിയിലേക്ക് പോകാം, നമ്മുടെ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു എക്സാം ആയിരുന്നു. ടോട്ടലി ടൈം മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ പോയി. എനിക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടി. ഞാൻ പിന്നെ എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ഒരുപാട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയാവുന്ന കുറേയൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തുള്ളൂ. പിന്നെ ഇനി അറിയാവുന്നതിനകത്ത് നെഗറ്റീവ് ഉണ്ടോന്ന് അറിയത്തില്ല, അതൊരു കാര്യം. അപ്പം നമ്മൾ ആ എക്സാം ഹോളിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ കുറെ അങ്ങ് മറന്നുപോയി, അതൊരു കാര്യം. നമ്മൾ എക്സാം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ലിമിറ്റഡ് ടൈമാണ്. ഞാൻ പറഞ്ഞില്ല 225 ക്വസ്റ്റ്യൻ ഉണ്ട്, 150 മിനിറ്റ് ഉണ്ട്. കീം തന്നെ സമയത്ത് നമുക്ക് എഴുതി തീർക്കാൻ ഇച്ചിരി പാടാണ്, എല്ലാം എഴുതേണ്ടതുണ്ട്. അപ്പൊ പിന്നെ ഇത്രയും ക്വസ്റ്റ്യനും കുറവ് സമയം എന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്. സ്റ്റിൽ എനിക്ക് തോന്നുന്നു PYQs ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ PYQസിലൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കുറച്ചൊക്കെ കണ്ടു. പിന്നെ ഞാൻ ഇന്നലെ കുറെ നോക്കി, ലൈക്ക് മെയ് 9-ാം തീയതി ഉണ്ടായിരുന്ന ഷിഫ്റ്റിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഓരോ ചാനൽസ് ആണെങ്കിലും ഇടുമല്ലോ, പക്ഷെ ആരുടെ ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇടാന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ആനന്ദോട്ട് ഇരുന്നേ കണ്ടു. രമേശു അടുത്ത നാളെ ഇനി അടുത്ത് പോകുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത എക്സാം ആണ്. പിന്നെ ഞാൻ അനന്തിന്റെ വീഡിയോനകത്ത് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പറയണ വേണ്ട എന്നാലോചിക്കുന്നു. സൈഡിലോട്ട് കുറെ നേരം എനിക്ക് സ്ക്രീനിൽ നോക്കി കഴിയുമ്പോഴേ തലവേദന എടുക്കും. ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുടെ മൊത്തം പച്ച. പിന്നെ എനിക്ക് പാടായതുകൊണ്ടാണോ എക്സാം അങ്ങനെ വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ അറിയാവുന്ന മാത്രം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം കുത്തണം തോന്നും, പക്ഷെ കുത്തരുത്, തെറ്റായിരിക്കും. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2 ഓപ്ഷൻ വരെ എലിമിനേറ്റ് ചെയ്ത് അങ്ങനെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം മാക്സിമം അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് എത്ര നെഗറ്റീവ് വരുമെന്ന് അറിയത്തില്ല. മൊത്തം ഇനി ബാക്കിയെല്ലാം നമ്മുടെ ടാസ്ക് എല്ലാം തീർന്നു, ബാക്കിയെല്ലാം വരുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുസാറ്റിന്റെ എക്സാം എഴുതിയെങ്കിൽ എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.